ചൂടാറപ്പെട്ടിയുടെ മാജിക് കാണേണ്ടേ. സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള വട്ടയപ്പം ഇനി എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് മറക്കല്ലേ. ഇതിലുപയോഗിക്കുന്ന ചേരുവകളുടെ അളവുകളൊക്കെ കൃത്യമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോ ന്യൂ വ്ലോഗ്. വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് അളവിൽ നമുക്ക് പച്ചരി എടുക്കാവുന്നതാണ്. പച്ചരി 4-5 മണിക്കൂർ നന്നായിട്ട് തന്നെ കുതിർത്ത് വയ്ക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇളം ചൂടുവെള്ളമാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. എടുത്തിട്ട് കുതിർത്ത് വെച്ചിരുന്ന അരി വൃത്തിയാക്കി കഴുകിയെടുക്കുക. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ചോറാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. ഇനി 1 കപ്പോളം തേങ്ങ ചിരകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. എടുത്ത മാവ് ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ചൂടാറാപ്പെട്ടിക്കുള്ളിൽ 1.5 to 2 മണിക്കൂർ വയ്ക്കുക. 2 മണിക്കൂറിന് ശേഷം നോക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് കിട്ടിയിട്ടുണ്ട്. പൊങ്ങി വന്ന മാവിലേക്ക് ഏലക്കാപ്പൊടിയും ഉണക്കമുന്തിരിയും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വട്ടയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വട്ടയപ്പം നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലെണ്ണം കുഴിയുള്ള പാത്രത്തിൽ മാവ് നന്നായി ഒഴിച്ച് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വേവ് കുറയാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലോ വെച്ച് തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. വട്ടയപ്പത്തിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ആവിയിൽ 20 to 25 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. തണുത്ത ശേഷം നമുക്ക് മുറിച്ചെടുത്ത് വിളമ്പുകയും ചെയ്യാം.
നമ്മൾ വീഡിയോയിൽ പറയുന്ന അളവ് വെച്ചിട്ട് വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള 4 വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. നല്ല സ്പോഞ്ചിയും സോഫ്റ്റുമായിട്ടുള്ള വെള്ളയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വെള്ളയപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.